ഹലോ നമസ്കാരം. മൈക്ക് ഓഫ് ആവുന്നറിയില്ല. ഇപ്പൊ നോ കട്ട് നോ എഡിറ്റ് ക്ലിയർ ഉണ്ടോ? ഞാനിന്ന് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഉള്ള ക്ലിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആയോ? നമ്മൾ LED ഉണ്ട്, അവിടെ കുറച്ച് ഇതുണ്ടാവും. അപ്പൊ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് എല്ലാവരും ജീവിക്കുന്നതും വരുന്നതും വ്യത്യസ്തമായിട്ടാണ്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഈ ലോകത്തെല്ലാ വേൾഡിലും വ്യത്യസ്തരാണ്. നിങ്ങൾ വരുന്ന സ്ഥലം, നിങ്ങളെ റിലീജിയൻ വ്യത്യസ്തമായിരിക്കും, നിങ്ങളെ കൾച്ചർ വ്യത്യസ്തമായിരിക്കും. അതിലുപരി നിങ്ങൾ ഈ ലോകത്തെ അണ്ടർസ്റ്റാൻഡബിൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളെ പെർസ്പെക്ടേഷൻ മൈൻഡ് സെറ്റ് വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ അയാളെ കാണുന്നതും നിങ്ങൾ അയാളെ കാണുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വേൾഡിനെ വ്യത്യസ്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, സെൻസിബിൾ ചെയ്യുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ ഈ ലോകത്തെ കാണുന്നത്, സെൻസ് ചെയ്യുന്നത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അതുകൊണ്ട് പല ആളുകളും യുണീക്ക് ആയിരിക്കും, ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല മേഖലകളിലും നിങ്ങളെ ഡിഫറെന്റ് സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാല് എനിക്ക് ചെയ്യുന്ന കഴിവുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യുന്ന കഴിവുകൾ എനിക്കും ചെയ്യാൻ പറ്റില്ല. ചിലർക്കും പല കഴിവുകളും വ്യത്യസ്തമായത് കൊണ്ടാണ് പല ആളുകളും അതിൽ നോയിന് കയറി വ്യത്യസ്തമായ സ്ഥലത്ത് എത്തിപ്പെടുന്നത്, വ്യത്യസ്തമായിട്ട് പലതും നേടിയെടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളില് കഴിവുകളുണ്ട്, നിങ്ങളൊരു ഡിഫറെന്റ് യുണീക്ക് ആണ്, അതാദ്യം മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങളെ ഡിഫറെന്റ് മൈൻഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ സമയമെടുക്കും. കാരണം നിങ്ങളത് പ്രതിഫലിച്ച് അതിനോട് വർക്ക് ചെയ്ത് അതെങ്ങനെയാണ് അതിൻ്റെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കുറച്ച് ടൈം എടുക്കും. പക്ഷെ നിങ്ങളത് ചെയ്യണം. ചെയ്യാതെ നിങ്ങൾക്ക് അതൊരിക്കലും കിട്ടത്തില്ല. കാരണം ഞാനിവിടെ ഇപ്പൊ ഇരിക്കുന്നു, എനിക്ക് ഈ വീഡിയോ ചെയ്യാണ്ട് എനിക്കറിയില്ല ഞാൻ എങ്ങനെ എന്നെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. ചെയ്യാണ്ടിരുന്നാൽ ഈ വീഡിയോസും വരില്ല, ഞാനും വരില്ല, നിങ്ങളും കാണില്ല. അപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അവിടെ എത്ര റിസ്ക് ഉപയോഗിക്കണം, എത്ര ഹാർഡ് വർക്ക് ഉപയോഗിക്കണം, അവിടെ എത്ര നിങ്ങൾ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും ലോകത്ത് ഡിഫറെന്റ് ആണ്, സെൻസിബിൾ അണ്ടർസ്റ്റാൻഡ്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംസാര രീതികളും കൾച്ചറും നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളെ ചെറുപ്പം തൊട്ടേയുള്ള ഹാബിറ്റ് വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഡിഫറെന്റ് ആകും. നിങ്ങൾ സെൻസിബിൾ ഈ ലോകത്തെ കാണുന്നത് ഡിഫറെന്റ് ലെൻസിലായിരിക്കും ഈ ലോകത്ത് നോക്കിക്കാണുന്നത്. സോ യുണീക്ക് ആൻഡ് നിങ്ങളതായിട്ടുള്ള ഒരു ബ്രാൻഡ് അച്ച് ഉണ്ടാക്കിയെടുക്കുക. സോ ഗോ ഹെഡ്. ആരും നിങ്ങളെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾ അവരെ പറ്റിയും വേവലാതിപ്പെടേണ്ട. ചെയ്യേണ്ടത് ചെയ്തോ.